ജോർജിയയിൽ 12 പേർ ദാരുണമായി മരിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. നിരവധി മലയാളി വിദ്യാർത്ഥികൾ വൈദ്യശാസ്ത്ര പഠനത്തിന് ഉൾപ്പെടെ ജോർജിയയിൽ പോകുന്നുണ്ട്. അതിനാൽ ദുരന്തം ഇന്ത്യയിലും വലിയ വാർത്തയായിട്ടുണ്ട്. മാത്രമല്ല മരിച്ച 11 പേരും ഇന്ത്യക്കാരാണ്. ഒരാൾ ജോർജിയൻ പൗരനാണ്. ജോർജിയയിലെ പർവ്വത റിസോർട്ടായ ഗുഡ്ഡൌറിയിലെ റെസ്റ്റോറന്റിലാണ് സംഭവം. കാർബൺ മോണോക്സൈഡ് വിഷബാധ മൂലമാണ് 12 പേരുടെയും മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്ബിലിസിയിലെ ഇന്ത്യൻ മിഷൻ ദുരന്തവാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരെല്ലാം ഒരേ ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ജീവനക്കാരാണ്. അതിനിടെ നടന്നത് കൊലപാതകമാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. പ്രാഥമിക പരിശോധനയിൽ പരിക്കിന്റെയോ ആക്രമണത്തിന്റെയോ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ജോർജിയയിലെ ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റാണ് മരിച്ചതെന്ന് പോലീസിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്ഥാപനത്തിന്റെ 2ാം നിലയിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ മിഷൻ അറിയിച്ചു. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഇന്ത്യൻ മിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. അശ്രദ്ധമായ നരഹത്യയുമായി ബന്ധപ്പെട്ട ജോർജിയയുടെ ക്രിമിനൽ കോഡിന്റെ ആർട്ടിക്കിൾ 116 പ്രകാരം അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി വൈദ്യുതി വിതരണം തകരാറിലായതിനെ തുടർന്ന് കിടപ്പുമുറികൾക്ക് സമീപം അടച്ചിട്ട ഏരിയയിൽ സ്ഥാപിച്ചിരുന്ന പവർ ജനറേറ്റർ ഓണാക്കിയിരുന്നു. ജനറേറ്ററിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. മരണകാരണം കൃത്യമായി കണ്ടെത്താൻ ഫോറൻസിക് വൈദ്യപരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുകയും ചെയ്തു. സംഭവം ജോർജിയയിലെ ഇന്ത്യൻ സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ജോർജിയൻ അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്താണ് കാർബൺ മോണോക്സൈഡ്? എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് അപകടകാരിയാകുന്നത്? പേര് സൂചിപ്പിക്കുന്ന പോലെ കാർബണും ഓക്സിജനും ചേർന്നതും മണവും നിറവും ഇല്ലാത്തതുമായ ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കുറഞ്ഞ അളവിൽ പോലും വളരെ മാരകമായ ഒരു വാതകമായതിനാൽ ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ കൂടെ കലരുന്ന കാർബൺ മോണോക്സൈഡ് രക്തത്തിൽ കലരുകയും ഓക്സിജന്റെ അഭാവം രക്തത്തിൽ വരികയും ചെയ്യുന്നു. ഇതാണ് മരണകാരണമാകുന്നത്. എത്രമാത്രം ഇത് ശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്നു എന്നത് അനുസരിച്ചാണ് ഇതിന്റെ വിഷം തീരുമാനിക്കുന്നതും. കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റാൽ തലവേദന, തലചുറ്റലൊക്കെ അനുഭവപ്പെടാം. അമിത അളവിലായാൽ അബോധാവസ്ഥയിലാകുകയും ഉടനടി മരണം സംഭവിക്കുകയും ചെയ്യും. എത്ര സമയം ശ്വസിക്കുന്നു എന്നതും അപകടത്തിന്റെ അളവ് കൂട്ടും. കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിൽ ചെറിയ അളവിലുണ്ട്. ചില കിണറുകളിൽ പോലും ഉണ്ടാകാം. വാഹനങ്ങളുടെ എഞ്ചിൻ, ഹീറ്റർ, ഗ്യാസ് സ്റ്റൗ എന്നിവയിൽ നിന്നും മരം കത്തുമ്പോഴുമെല്ലാം ഈ വാതകം പുറത്തുവരും. പലതരത്തിലുള്ള കാർബൺ മോണോക്സൈഡ് അലാമുകൾ ഇപ്പോൾ വിപണിയിലും ലഭ്യമാണ്.